ഈ റെയിൽവേ സ്റ്റേഷനുകളിലെ തെരുവുനായ ശല്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായം തേടിയിരിക്കുകയാണ് റെയിൽവേ. കോർപ്പറേഷനുകൾക്കും പഞ്ചായത്തുകൾക്കും ഇപ്പോൾ ദക്ഷിണ റെയിൽവേ കത്ത് നൽകിയിരിക്കുന്നു. മതിലുകൾ കെട്ടി തെരുവുനായ ശല്യം പരിഹരിക്കണമെന്നാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ മറുപടി വരുന്നത്. റെയിൽവേ മാലിന്യ സംസ്കരണം കൃത്യമായി നടത്തണമെന്നും കോർപ്പറേഷൻ ആവശ്യപ്പെടുകയാണ്. മാലിന്യ സംസ്കരണം കൃത്യമായ തെരുവുനായ ശല്യം പരിഹരിക്കാമെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കോഴിക്കോട് നഗരത്തിൽ ഈ തെരുവുനായ്ക്കളുടെ ശല്യം വലിയ നിലയിലേക്കുണ്ട്. അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നല്ല നിലയിലേക്കുള്ള ഇടപെടലുകൾ കോഴിക്കോട് കോർപ്പറേഷൻ എന്നുള്ള നിലയിൽ വിവിധ ഘട്ടങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ABC ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് കോഴിക്കോട് കോർപ്പറേഷൻ. ഒന്ന് വേസ്റ്റ് മാനേജ്മെൻറ്റ് ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അവിടെ നമ്മളതിൽ പൂർണ്ണമായിട്ട് ചെയ്യേണ്ടത്. അങ്ങനെ വന്നാൽ അവിടെയുള്ള തെരുവ് നായ്ക്കളുടെ എണ്ണം ഗണ്യമായിട്ട് കുറയും. രണ്ടാമതുള്ളത് നമ്മൾ അവിടെയുള്ള എല്ലാ തെരുവ് നായ്ക്കളെയും സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ട്, വാക്സിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേൻ്റെ അകത്തുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് യാത്രക്കാർ വരുന്നതാണ്. അപ്പോൾ അതിലാണ് ഞങ്ങൾ പറഞ്ഞത് അവിടെ ഒരു മതിൽ കെട്ടിയിട്ട് സംരക്ഷിച്ചാൽ സ്റ്റേഷനകത്തേക്കും പ്ലാറ്റ്ഫോമിനകത്തേക്കും തെരുവ് നായ്ക്കൾ വരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ള കോർപ്പറേഷൻ്റെ ഒരു കൺസെപ്റ്റ് റെയിൽവേ ആയിട്ട് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഷഹദ് റഹ്മാനാണ് ചെയ്ത വിശദാംശങ്ങളുമായി. ഷഹദ്, കേവലം മാലിന്യ പ്രശ്നമാണോ ഇത്തരത്തിൽ തെരുവുനായകളുടെ ശല്യം കൂടാൻ കാരണം? കോർപ്പറേഷന്റെ ഈ മറുപടി എത്രത്തോളം തൃപ്തികരമാണ്? ഏതായാലും ഇപ്പോൾ തിരൂരിലെ അവസ്ഥ നമ്മൾ കണ്ടു. ഒരു ദിവസം ഒരാൾക്കെങ്കിലും തെരുവുനായയുടെ കടി കിട്ടുമെന്നുള്ള അവസ്ഥയാണ്. കോഴിക്കോട്ടെ സാഹചര്യം എന്താണ്? ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമോ? യാത്രക്കാർക്ക് എന്തെങ്കിലും ആശ്വാസം ഉണ്ടാകുമോ? വിനിത, ഏറ്റവും പ്രധാനപ്പെട്ട അതായത് കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് യാത്രക്കാരെല്ലാവരും ഉയർത്തുന്ന ഒരു വിഷയമാണ് ഈ തെരുവുനായ ശല്യം. തിരൂരിലെ ഇതിന് സമാനം തന്നെയാണ് കോഴിക്കോടും എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം നമുക്കറിയാം, ഒരു ദിവസം ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് യാത്രക്കാർ എത്തുന്ന ഒരു ഇടമാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമായി തുടരുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. കഴിഞ്ഞ ദിവസമാണ് റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട അതാത് പഞ്ചായത്തുകൾക്കും അതുപോലെ തന്നെ കോർപ്പറേഷനുകൾക്കും കത്ത് നൽകിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷന് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് എഴുതിയിട്ടുള്ളത്. ആ കത്തിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ മറുപടിയായിട്ട് നൽകിയിട്ടുള്ളത്. അതായത് ഒരു മതിൽ കെട്ടി സംരക്ഷിക്കുക, ഒപ്പം തന്നെ ഇവിടുത്തെ മാലിന്യ സംസ്കരണം അത് യഥാക്രമമാക്കുക എന്നുള്ളത്. പക്ഷെ അത് മാത്രമാണോ ഇതിന് പോംവഴി എന്ന് ചോദിച്ചാൽ അതിനൊരു കൃത്യമായ ഉത്തരം പറയാൻ നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ സാധിക്കില്ല എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം കോഴിക്കോട് കോർപ്പറേഷൻ ABC പദ്ധതി പോലെ പല പദ്ധതികളും ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിലും അത് മതിയായ രീതിയിൽ അല്ലെങ്കിൽ ഫലവത്തായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. കാരണം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പലപ്പോഴായിട്ട് പല സ്റ്റേഷനുകളിൽ 4ഓളം പ്ലാറ്റ്ഫോമുകളുണ്ട്, അല്ലെങ്കിൽ 4ഓളം ഘട്ടങ്ങളായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ തന്നെ വലിയ രീതിയിൽ ആളുകൾ എത്തിച്ചേരുന്നതാണ്, പ്രത്യേകിച്ച് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിച്ചേരുന്നതാണ്. അവിടങ്ങളിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമായി തുടരുന്നത്. എന്തായാലും എത്രയും വേഗം ഈ പ്രശ്നത്തിന് ഒരു അടിയന്തര പരിഹാരം എന്നതാണ് യാത്രക്കാരും ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും ആവശ്യപ്പെടുന്നത്. ശരി, ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്.